8ന്റെ പൂട്ടിട്ട് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളെയും പൂട്ടിയ ശേഷം പതുക്കെ പതുക്കെ ഈ പൂച്ച എലിയിട്ട് കളിപ്പിക്കുമല്ലോ, അതുപോലെയുള്ള കളിപ്പീരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ സമൻസൊക്കെ. ഇതൊക്കെ ചെറുത്. നിങ്ങളെ പിടിക്കാനുള്ള വലിയ ആയുധങ്ങളുമായി സർക്കാർ തയ്യാറാണ്. BBC-ക്കെതിരെ BBC-യുടെ ഡോക്യുമെൻ്ററി വന്ന് പിറ്റേ ദിവസം BBC-യുടെ ഓഫീസ് റെയ്ഡ് നടത്തിയിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? വയറിൻ്റെ അടുത്ത് മുമ്പ് റെയ്ഡ് നടന്നപ്പോൾ വയറിലെ ആളുകളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് പോയത് എന്തിനാണെന്ന വിചാരം? നിങ്ങളുടെ സോഴ്സ് ആരാണ്, ഇവരുടെ സോഴ്സ് ആരാണെന്ന് തീരുമാനിക്കാനാണ്. ഡൽഹിയിലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കി കഥ കൂടി അറിയാം. വയറിൻ്റെ മുഴുവൻ സോഴ്സുകളെയും ഇവർ കണ്ടുപിടിച്ചു. സർക്കാരിനകത്ത് നിന്ന് പുറത്ത് നിന്ന് ആരൊക്കെയാണ് മാധ്യമപ്രവർത്തകർക്ക് വിവരം കൊടുക്കുന്നത് അടക്കമുള്ള വിവരങ്ങൾ എടുത്തു കഴിഞ്ഞു. ഒരു നിയമം കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് IT ആക്ടിൻ്റെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഭേദഗതിയാണ്. ആ ഭേദഗതിയിലും നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ലാപ്ടോപ്പും നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടുകളും തുറക്കാനുള്ള അനുവാദമുണ്ട്. വാറണ്ട് പോലും വേണ്ട. അതും ഇതിനു വേണ്ടിയാണ്. ചുരുക്കത്തിൽ മാധ്യമപ്രവർത്തനം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു കാലമാണ്. ചിലപ്പോൾ ഇന്ന് രാത്രി ഇത് പറയാൻ നമ്മളുണ്ടാവും, ഞാനുണ്ടാവും. നാളെ രാവിലെ ചിലപ്പോൾ ഇത് പറയാനുള്ള അവകാശം എന്നിൽ നിന്ന് എടുത്തു വിടപ്പെടും. അതുവരെയുള്ളത് ഞാൻ മോദി സർക്കാരിൻ്റെ മുമ്പിൽ കിടക്കുന്ന എലിയായിട്ടാണ് എനിക്കെന്നെ തോന്നുന്നത്. തട്ടിക്കളിക്കുന്നിടത്തോളം പൂച്ച തട്ടിക്കളിക്കും. അത് കഴിയുമ്പോൾ പൂച്ചയ്ക്ക് ആഹാരമാകും നമ്മൾ ഓരോരുത്തരും.